എന്റെ പെങ്ങന്മാരോട് പറയാറുള്ളത്, പൊന്നുമോളെ ഉസ്താദേ, എന്റെ ഭർത്താവ് അടുത്തുള്ള പെണ്ണിന്റെ കൂടെയാണ്, എന്റെ ഭർത്താവിനെ അവള് വളച്ചെന്ന് പരാതി പറയുന്നവള്, എന്നെ ചതിച്ചെന്ന് പറയുന്നവള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ 90% കാരണക്കാരി നീയാ മോളെ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകുന്നത്. ഓരോ ദിവസവും മണിയറയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവിന് നിന്നോട് അല്ലാഹുവേ ആഗ്രഹം തോന്നുന്ന രീതിയിൽ ഒരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു പോകണം പെണ്ണേ. ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ. അല്ലാഹുവേ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തി. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാണ്. അല്ലാഹുവേ, ആ സ്വഹാബി ആരെന്നറിയുമോ? ആ സ്വഹാബിയുടെ ജോലി എന്തെന്നറിയുമോ? വിറക് വെട്ടുകാരനാണ്. അല്ലാഹുവേ, വിറക് വെട്ടിക്കെട്ട് കൈകൾ മുഴുവനും തടംപിച്ച സ്വഹാബിയാ. ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബി, നീ നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ? അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകനാ സ്വഹാബിയോട് പറയുകയാ, നിന്റെ ഭാര്യ സ്വർഗത്തിന്റെ അവകാശിയാ. നീ കിടക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. നിന്നെക്കാളും മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. സ്വഹാബി കൽപിതമായി, യാ റസൂലല്ലാഹ്, എന്നെക്കാളും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുമോ നബിയേ? അതിന്റെ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ വിറക് വെട്ടിയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു കൊല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അവിടുന്ന് അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ശരീരവുമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നെ സ്വീകരിക്കുമല്ലോ. അതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ. പെങ്ങളേ, ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം പൊന്നുമോള്. ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം പെണ്ണ്. ഒരിക്കലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും നിന്നെക്കാളും പ്രായം കുറഞ്ഞവളെ തലകുത്തി മറിഞ്ഞാൽ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കാ, നിന്റെ ഭർത്താവിനെ പിഴപ്പിക്കാ കഴിയില്ല പെങ്ങള്. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, മോളെ, നല്ല വസ്ത്രം ധരിച്ച്, സ്വർണ്ണമിട്ടുകൊണ്ട്, പുതുവസ്ത്രങ്ങൾ ധരിച്ച്, സുഗന്ധം തേച്ചുകൊണ്ട്, സുറുമയിട്ടുകൊണ്ട്, മൈലാഞ്ചി ഇട്ടുകൊണ്ട് കിടപ്പറയിലേക്ക് കടന്നു പോ പെണ്ണ്. നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും പൊന്നുമോള്. നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാകും പൊന്നുമോള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ, നിങ്ങളുടെ ഭാര്യമാരെ ചീത്ത വിളിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ അടിക്കണമെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലണമെന്നില്ല, മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭാര്യയെ തല്ലണമെന്ന് പറഞ്ഞ പൊട്ടാത്ത രീതിയിൽ തല്ലു കൊടുക്കുക, എന്നാലും മുഖത്തടിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു പിരിയാ, ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ അടിമ പെണ്ണല്ല, നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല. അല്ലാഹുവേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാ. എന്ത് ജോലി ചെയ്താലും അവളെ കുറ്റപ്പെടുത്തലും പരാതി പറയലുമല്ലാതെ ഒന്നുമില്ല. നിനക്കിവിടെ എന്ത് ജോലിയാ ഉള്ളത്? കുത്തുവാക്ക് പറയുന്നവരുണ്ട്, ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്തവരുണ്ട്. എങ്കിലും ഭർത്താക്കന്മാരെ, നിന്റെ കടമ എന്തെന്നറിയോ സഹാബാ? നിങ്ങളുടെ ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണമുണ്ടാക്കുമ്പോ നിങ്ങൾ അവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല, അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല, അവളെ അല്ലാഹുവേ കരയിപ്പിക്കലല്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ അല്ലാഹുവേ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു കൊടുക്കണം ചെറുപ്പക്കാരാ. പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, അരി കഴുകി കൊടുക്കണം ചെറുപ്പക്കാരാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ പാവപ്പെട്ടവൾക്കൊന്ന് എടുത്തു കൊടുക്കണം ചെറുപ്പക്കാരോ. ഒരു നാണക്കേടും കരുതണ്ട. ഇതാരാ പറഞ്ഞതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു